ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ നേർവാടി പോവുകയാണ് കേട്ടോ. രാത്രിയാണ് ബസ്. കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് മധുരയ്ക്ക്. മധുര ബസ് അപ്പം നമ്മളുടെ സ്റ്റാൻഡിൽ നിന്നാണ് കയറണത്. മധുര, രാംനാട്, ഏർവാടി, ഇങ്ങനെ 3 ബസ് കയറണം ഏർവാടി എത്തണമെങ്കിൽ. അങ്ങനെതാ ബസ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. രാത്രിയിലെ യാത്രയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇത് സംഭവം മധുര ബസ് സ്റ്റാൻഡാണ്. രാവിലെ ഇറങ്ങിയിട്ടാണ് ഞാൻ മൊബൈൽ ഓണാക്കണത്. എന്തായാലും ശരി, അവിടുത്തെ അടിപൊളി ക്യാൻറ്റീനിലൊന്ന് കയറിയിട്ടുണ്ട്, സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളത്. ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഇഡലിയും ഉച്ചപൂരിയും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാംനാടിലെ ബസ് എവിടെയും നോക്കാൻ പോവുകയാണേ. പിന്നെ ഇതുണ്ടോ ഇവിടെ വഴിയോര കച്ചവടമൊക്കെ എന്താണെന്ന് വെച്ചാൽ പൂക്കളാണേ, പൂക്കച്ചവടം. മധുര എന്ന് വെച്ചാൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളാണല്ലോ നമുക്ക് ഓർമ്മ വരിക. അതായിരിക്കണം പൂക്കച്ചവടമൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ മധുരയിൽ 1, 2, 3, 4 എന്ന് പറയുന്ന പോലെയാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ. തലങ്ങും വിലങ്ങും ഒക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബസ് എവിടെ തിരയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് ബസ്. ബസ് അടിപൊളിയാണ്. AC ബസ്സാണ് കേട്ടോ, സൂപ്പറാണ്. എന്തായാലും ശരി, ഞങ്ങൾ രണ്ടാളും ലഗേജൊക്കെ അതിൻ്റെ മേലെ വെച്ച് ഇവിടെ ഇരുന്നു. പക്ഷെ കളിയാക്കുന്നുണ്ട്, അങ്ങനത്തെയൊക്കെ ബസ്സിൽ ഈ കയറിക്കണോ പറഞ്ഞിട്ട്. എന്തായാലും ശരി, ബസ്സിന് ഓരോ ആളെ കൂട്ടാണ് ബസ് രാംനാട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്തായാലും ശരി, യാത്ര പോവുകയാണ്. ബസ് എടുത്തു. എന്തായാലും അടിപൊളിയാണ് യാത്രയ്ക്ക് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇനിയൊന്ന് സെൽഫി എടുത്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഒരു ക്ഷീണമൊക്കെ ഉണ്ട്, ഒന്ന് കുളിച്ചാൽ ഉഷാറാവും. അത് കഴിഞ്ഞ് രാംനാട് എത്തി. ഇനി ഇവിടുന്ന് വേണം ഏർവാടിക്കുള്ള ബസ് പിടിക്കാൻ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓരോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ചായയും ഒരു കോഫിയും പറഞ്ഞു. എൻ്റെ ചായ കുടിച്ച് കഴിയുമ്പോഴേക്കിനും ഏർവാടിക്കുള്ള ഡയറക്റ്റ് ബസ് എത്തി. ഉഷ് ചായ കൈ പിടിച്ചിട്ടാണ് ഓടിക്കയറിയത് കേട്ടോ. ബസ്സിൽ നിന്നാണ് പിന്നെ ഉഷിൻ്റെ ചായ കുടിക്കണത്. പിന്നെ ഈ ബസ്സിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ കോഴിക്കോട്ടുകാരെ കണ്ടു. അവർ ഏർവാടിക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഈ പുറം കാഴ്ചകൾ എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. എന്താണെന്നറിയുക, പ്രകൃതി നിൻ്റെ വികൃതി എന്നൊക്കെ പറയൂലേ, അതുപോലെയാണ് ഓരോ കാഴ്ചകളും. നല്ല നല്ല ഭംഗി, ആകാശം അതിനേക്കാളും ഭംഗി. എന്തായാലും ശരി, ഏർവാടി എത്തിയിട്ടോ. എല്ലാവരും ഇറങ്ങണേ. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാലേ ഞങ്ങൾ ഇറങ്ങുള്ളൂ. ഞങ്ങൾ അവിടെ ഇറങ്ങി. ആദ്യം ഇനി എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ റൂമാണ്. ഓരോ റൂമെന്ന് പറയുന്നത് ഓരോ ഹോട്ടലും കയറി ഇറങ്ങുമ്പോൾ ഒക്കെ AC ഫുള്ളാണ് അറിയും. അങ്ങനെ ഈ ഒരു റൂം ഞങ്ങൾക്ക് കിട്ടി, AC ഉള്ളത്. 2 കട്ടിലും ബെഡും ടോയ്ലറ്റൊക്കെ അടിപൊളി. എന്തായാലും ശരി, ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി അവിടെ ഫുഡ് അറേഞ്ച് ചെയ്യണ്ടേ, ഫുഡ് പറയണ്ടേ പോയിട്ട്, ഇത്ര ആൾക്ക് ഇത്ര ഭക്ഷണം എന്ന് പറയണ്ടേ പോയിട്ട്. അപ്പം നമ്മൾ നേരെ ദർഗയ്ക്ക് പോവുകയാണ്. ചിരിയാട്ടി തിരിഞ്ഞുണ്ട്. ഇതാണ് നമ്മളുടെ ഹോട്ടൽ. ഇതുണ്ടോ, ഏർവാടി ദർഗയ്ക്ക് പോണ വഴിയാണിത്. എന്താ വെയിൽ! ഞാനില്ലേ ഹിജാബ് ഇട്ടിക്കാണ്, അത്ര വെയിലാണ്. ഈ വെയിലൊക്കെ കൊണ്ടാൽ കരിഞ്ഞുണങ്ങിയിട്ടില്ലെങ്കിലുള്ളൂ. എനിക്കിപ്പോൾ മനസ്സിലായി ഇവിടുത്തെ കുറേ കാടുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞിക്കണേന്ന്. ഈ വക വെയിലാണെങ്കിൽ പിന്നെ ഇങ്ങനെ കരിയാണ്ടിരിക്കുക. എന്തായാലും മാഷാ അല്ലാ, ഇതാണ് ദർഗ. ദർഗയിൽ ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഒന്നും എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങിയിരുന്നില്ല. അല്ലെങ്കിൽ പറയുന്നിടത്ത് കോപ്രായങ്ങൾ കുറേ ഉണ്ട്. പറഞ്ഞുതരാം. എന്തായാലും ചെരുപ്പ് ഊരിയേക്കാൻ തന്നെ പല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ചെരുപ്പ് പൈസ വെച്ചിട്ട് ഊരിയേക്കുന്നുണ്ട്, പൈസ വെക്കാതെ ഊരിയേക്കുന്നുണ്ട്. ഞങ്ങളെന്തായാലും ശരി, ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ചെരുപ്പ് ഊരി വെക്കുന്നത്. ഇവിടെ പിന്നെ പൈസയൊന്നും കൊടുക്കണ്ട. പിന്നെ ഈ മണ്ണിൽ ഒരുപാട് കണ്ടോ ശുഹദാക്കളുടെ കബറുകൾ ഇങ്ങനെ കാണുന്നുണ്ടോ. പക്ഷേ ഒരുപാട് കബറുകളുണ്ട് പഠിച്ചോനെ. ഇയാൾ ബുഷിനെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയണ്ട. ബുഷ് അവരെ ഏൽപ്പിച്ചു, ഭക്ഷണം ഇത്ര ആൾക്ക് എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ച്. പിന്നെ അതിൻ്റെ റെസീറ്റും കാര്യങ്ങളൊക്കെ അപ്പുറത്താണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് പോവുകയാണ്. കണ്ടത് ഓരോരോ ഭാഗങ്ങളുണ്ട് ഇവിടെ. എങ്ങനെയൊക്കെ എന്തൊക്കെ അറിയില്ല. എന്തായാലും ശരി, പഠിച്ചോൻ കാത്തിരക്ഷിക്കട്ടെ എല്ലാവരെയും. ഇതാണ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹുവിൻ്റെ മക്കാം എന്നൊക്കെ പറയണത്. പിന്നെ ഭയങ്കര വെയിലായതുകൊണ്ടാണ് തോന്നുന്നു പുറത്തൊന്നും അധികം ആളുകളില്ല. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും ഇവിടെ അയക്കൂല കേട്ടോ. ഇത് ഞാൻ കാണാതെ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതുണ്ട് മക്കാമിൻ്റെ വരാന്തയിലാണ് ഇപ്പോൾ ആ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, അള്ളാഹു പുറത്ത് തരട്ടെ എല്ലാവർക്കും പഠിച്ചോനെ. ഇതുണ്ട് ഓരോരോ കബറുകളും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങളവിടെ പൈസയൊക്കെ കൊടുത്ത്
ഫുഡിൻ്റെ പൈസയൊക്കെ കൊടുത്തു. ഇതുണ്ടോ ഈ ചെക്കൻ്റെ കാലുമ്മ ചങ്ങല കെട്ടിക്കണ് കാണുന്നുണ്ടോ? മീൻകാരനെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പേടിയാവും. വിറ്റിങ്ങൾ പെട്ടെന്ന് ഈ ഇളകി ഓടി നമ്മളെ നേരക്ക് വരി. ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഓരോ കുലുക്കി ഓറഞ്ച് ഫ്രഷ് ജ്യൂസൊക്കെ കുടിച്ചു. ഇനി എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഒരു ഓട്ടോ വിളിച്ചിട്ട് വിലയ്ക്ക് പേശിയിട്ട് നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ വാൽനോക്കം എന്നറിയും. അവിടെയാണ് ഇവിടെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹു ഇവരുടെ ഭാര്യയുടെ ഖബറിടം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെയും പോയി പിന്നെ കാട്ടുപള്ളി എന്ന് പറയും ഒരു മക്കാമുണ്ട്. അത് അവിടെയും പോയിട്ട് ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കണേ. കാരണം നമ്മൾ മഗ്‌രിബിൻ്റെ സമയത്താണ് നമ്മളെ ഫുഡ് കൊടുക്കാമെന്ന് വെച്ചിരിക്കണത്. അപ്പോഴേക്കിനെ ഫുഡ് ആവുള്ളൂ. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിരിക്കണത്. ചിക്കൻ ബിരിയാണി. എന്തായാലും ശരി, വാൽനോക്കം പോവുകയാണ്. അപ്പോൾ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ, മാഷാ അല്ലാഹ്. കാരണം അത്ര നല്ല ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരു ബുഷ് പോലെ കണ്ടു ഈ ചെടികളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്മേൽ നല്ല മുള്ളാണ്. നമ്മളെ തൊട്ടാവാടി ഇല്ലേ, അതിൻ്റെ മരം തോന്നും ചിലപ്പോൾ എനിക്ക് അങ്ങനെയാണ്. അതിൻ്റെ ഇലമ തൊട്ടാൽ കാണാൻ അത് വാടി കൂമ്പി പോണു. എന്നാലും അതിന്മേൽ നല്ല മുള്ളുണ്ട്. പക്ഷേ എന്നാലും അതൊരു മരത്തിനെ പോലെ ഒരു ചെടിയാണ്. അതിവിടെ വല്ല തോട്ടം പോലെ പടർന്ന് പന്തലിച്ച് കിടക്കണമുണ്ട്. ആകാശവും കണ്ടില്ലേ, മേഘങ്ങളൊക്കെ ഇറങ്ങി പറന്ന് വരുന്ന പോലെ തോന്നുന്നു. അത്ര അടുത്ത് ആകാശമൊക്കെ ഇവിടെ. നല്ല ഭംഗി കാണാൻ. എന്തായാലും മാഷാ അല്ലാഹ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ആകാശം നോക്കിയിരിക്കണത് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഇത് ഉപ്പുപാടാണ്. ഈ കടലിൻ്റെ അകത്തുനിന്ന് പൈപ്പ് ഇട്ടിട്ട് വലിച്ചെടുക്കുക അത്രേ. ഓട്ടോക്കാരൻ പറഞ്ഞു തരികയാണ്. കണ്ടോ, ഇതൊക്കെ ഉപ്പുപാടാണ്. കണ്ടോ, ഉപ്പാണത്. കണ്ടോ, ഇതൊക്കെ ഉപ്പാണ്. ഇനി ഇതിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് ഇവിടെ. അതിൻ്റെ അടുത്ത് കൂടെ നമ്മൾ പോണത്, വാൽനോക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോണത്. ഇയാൾ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു തരികയാണ് അപ്പുറത്ത് കടലാണെന്ന്. ഈ വാൽനോക്കം എന്ന് പറയുന്നത് തന്നെ കടലിൻ്റെ നടുക്കൊരു ദർഗയാണെന്ന് പറയുന്നത്. എന്തായാലും ശരി, അവിടെ കാണാം. ഇതുണ്ടോ, ഇതൊക്കെ ഉപ്പ് ഫാക്ടറിയാണ് കേട്ടോ. ഉപ്പിൻ്റെ ഫാക്ടറിയാണിത്. കണ്ടില്ലേ, ആ കടലിൽ നിന്ന് പൈപ്പിട്ട് വീഴ്ച. ഇതുണ്ടോ, ഇത് കടൽ. ഞാൻ വിചാരിച്ചത് പുഴയാണോ കുളമാണോ എന്താണ് കായലാണോ എന്നൊക്കെ. അല്ല. കാരണം എന്താ വെച്ചാൽ കടലെന്ന് വെച്ചാൽ തിരമാല ഇങ്ങനെ ആഞ്ഞടിക്കൂലേ. ഇത് ശാന്തതയാണ് ഈ കടൽ, നിശബ്ദതയാണ് ഈ കടൽ. നല്ലൊരു ഭംഗിയുള്ള കടൽ, വൃത്തിയുള്ളൊരു കടൽ, നല്ല നീല കളറുള്ള കടൽ. ഈ കടലിനെ വർണ്ണിച്ചിട്ട് എനിക്ക് കവിതയാണ് വായിൽ വരുന്നത്. എന്തായാലും മാഷാ അല്ലാഹ്. അങ്ങനെ ഞങ്ങൾ എവിടെ എത്തി, വാൽനോക്കം എത്തിയിട്ടോ. പറഞ്ഞ ആ ഒരു പള്ളിയുടെ ആ ഒരു ഏരിയ എത്തി. ദാരിദ്ര്യത്തിനും താഴെയാണ് ഇവിടെയുള്ള ഓരോ വീടുകളുടെ അവസ്ഥ കേട്ടോ. കാണുമ്പോൾ ഒക്കെ വിഷമമുണ്ട്. ഓട്ടോ ഇനി ഇങ്ങോട്ട് വരൂലായിരുന്നു, അവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. അങ്ങനെ നടന്ന് ഇവിടെ എത്തി, ആ പള്ളി എത്തി. ഇവിടെ തന്നെ പുറത്ത് തന്നെ നമ്മൾ ചെരുപ്പൊക്കെ ഊരണം. ഭയങ്കര വെയിലെന്ന് വെച്ചാലും പോരാ. അതുകൊണ്ടോ എൻ്റെ നിഴലാണ് ആ കാണുന്നത്. എന്താ വെയിൽ, ആ വെയിൽ താങ്ങൂല റബ്ബേ. എന്തായാലും ശരി, ഇതിൻ്റെ അകത്തേക്കൊന്ന് പോയേക്കാം നമുക്ക്. ഇത് ആരുടെ മക്കാമെന്നറിയോ? ഇവിടെ യാസീനൊക്കെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. ആയത്തിക്കുറിസിയും പിന്നെ ഇങ്ങനത്തെ ലവ് അൻസലിനൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നിസ്കാര റൂമാണ് കേട്ടോ. ഞാൻ എന്തായാലും ലുഹർ നിസ്കരിച്ചു. ലുഹർ തെറ്റിക്കണ്ട വിചാരിച്ചിട്ട്. ഇതുണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെ ഓരോരോ കബറുകളുണ്ട്. പടച്ചോനെ, ആരാണെങ്കിലും. പിന്നെ അതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഈ ഒരു എന്താണ് ഇത്. ഇവിടെയും മൂന്ന് കബർ ഇവിടെയും കണ്ടു ഞാൻ. എന്തായാലും ശരി, അതൊക്കെ കണ്ടു. പിന്നെ ഈ ഒരു മണലിൽ കൂടെ തിരിച്ച് നമ്മൾ എവിടേക്ക് പോവുകയാണെന്നറിയോ? ഖദീജത്തുൽ കുബ്ര എന്ന് പറഞ്ഞില്ലേ, അവിടെ ആ പള്ളിക്ക്. റബ്ബേ, ഞാൻ പെരിയോനെ പാടിയല്ലോ എന്ന് തോന്നി എനിക്ക്. പൃഥ്വിരാജിൻ്റെ പാട്ടാ എനിക്ക് ഓർമ്മ വന്ന്. ഈ മണലിൽ കൂടെ നടക്കുമ്പോഴേ അത്ര വെയിൽ. ഈ കിണറില്ലേ, ഒരു പ്രത്യേകത ഉണ്ട് ഈ കിണർ. ഈ കടലിൻ്റെ 4 ഭാഗം കടലാണെങ്കിൽ അവിടെ ഒരു കിണർ പൊന്തിക്കുക അത്രേ. അവിടുത്തെ വെള്ളം എല്ലാവരും കൊണ്ടുപോകണു, നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുണ്ടോ,
സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര. മനസ്സിലായില്ലേ? കാട്ടുപള്ളി ദർഗ തന്നെ വാൽനോക്കം കാട്ടുപള്ളി. ഇതാണ് ഇവിടുത്തെ മഹദിയുടെ. പക്ഷേ അവിടെ അത് വീഡിയോ എടുക്കാൻ പറ്റൂലായിരുന്നു. ഞാനീ കാണാതെ വീഡിയോ എടുക്കണ്. അതുകൊണ്ട് കടലാണ് ഈ കാണുന്നത് കേട്ടോ. ഈ 4 വശം കടലാണ്. കടലിൻ്റെ നടുക്കാണ് ഈ ഒരു ദർഗ, ഈ ഖദീജത്തുൽ കുബ്ര എന്ന് പറയില്ലേ, അറലിൻ്റെ ദർഗ. ഇവിടെ കടലിൻ്റെ 4 പുറം കടൽ, നടുക്ക ഈ ഒരു ദർഗ. മനസ്സിലായല്ലോ? അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടാണിത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. ഇതിൻ്റെ അകം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഫോൺ പിടിച്ചു. വീഡിയോ എടുക്കാൻ പറ്റൂലായിരുന്നു, പുറത്താക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. പുറത്തത്തെ കാഴ്ചകളാണിത്. മേഘങ്ങളൊക്കെ മറ്റേ പ്രാവ് പോലെ പറന്ന് വരുന്ന പോലെ തോന്നുന്നു എനിക്ക്. അത്ര അടുത്താണ് മേഘങ്ങൾ. എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെ ഒരു ഭംഗിന്ന് എത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. വീണ്ടും അവിടെ നിന്ന് തിരിച്ചു നമ്മളിവിടെ എത്തി, കാട്ടുപള്ളി. ഇത് ഏർവാടിത്തെ ഇബ്രാഹിം ബാദുഷാ എന്നവരുടെ മന്ത്രിയുടെ മക്കാമാണ് ഇവിടെ. അപ്പോൾ അതിന് മുന്നേ നമ്മളിവിടുത്തെ ഒരു ചായക്കടയിൽ നിന്ന് ചായയും ഫീസും ഒക്കെ കുടിച്ചു കേട്ടോ. ഇതുണ്ടോ ഇബ്രാഹിം ബാദുഷാറിൻ്റെ പ്രധാനമന്ത്രി, അവരുടെ മക്കാമാണ് ഇവിടെ. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കച്ചവടമുണ്ട്. ഇതുണ്ടോ, ഇത് നമ്മളുടെ മണ്ണാർക്കാട് കോട്ടപ്പാടെന്ന് സിയാറത്തിന് വന്നവരാണത് അവർ കേട്ടോ. അതിൽ പെരിന്തൽമണ്ണക്കാരുണ്ട്, മലപ്പുറംകാരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട് അറിഞ്ഞു. അവരൊക്കെ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ ഇബ്രാഹിം ബാദുഷാ എന്നവരുടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഹക്കീം ഡോക്ടർ. അതായത് സ്വപ്നത്തിൽ കൂടെ ഓപ്പറേഷൻ ചെയ്ത് സലാമത്താക്കി കൊടുക്കാനുള്ള കഴിവുണ്ട് അവർക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. ഇതുണ്ട് അബ്ദുൽ ഹക്കീം ഡോക്ടർ, ദർഗ ഷെരീഫ്. അത്രയും കഴിവുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഏർവാടിയിലത്തെ ഇബ്രാഹിം ബാദുഷാൻ്റെ ഡോക്ടറായിരുന്നു അവർ. അത്രയും മഹാനെന്നാണ് പറയണത്. എന്തായാലും അവരുടെ ദർഗയാണിത്. അതിൻ്റെ അകത്താണിപ്പോൾ നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ പോകുന്നത്. ഇവിടെയും ഞാൻ കാണാതെ, ഇവിടെ നിന്ന് ഫോണ് വീഡിയോ ഒന്നും അലൗഡല്ല. എനിക്ക് നേരെ എടുക്കാനൊന്നും പറ്റണില്ല, കാരണം ഫോണ് പിടിക്കണേ. സംഭവം അതാണ്, വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായപ്പോൾ. പിന്നെ അവിടുന്ന് നേരെ ഓട്ടോയിൽ കയറി നമ്മൾ എവിടേക്കാണ് പോണേ? ഏർവാടിക്ക് തന്നെ. ഏർവാടിക്ക് വെച്ചാൽ നമ്മുടെ റൂമിലേക്കാണ് പോണേ. ഏർവാടി എത്തിയിട്ടോ. അപ്പോഴേക്കിനും നമുക്ക് നല്ല വിശന്നിട്ട് എന്താണ്ടോ ഞാനൊരു ബിരിയാണി കഴിച്ചു. പക്ഷേ അവിടുത്തെ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഒന്നും വേണ്ടായിരുന്നു. എന്നിട്ട് റൂമിലേക്ക് നടക്കുമ്പോൾ നമ്മൾ എന്തൊട്ടി ഒരു വത്തക്ക വാങ്ങിയിട്ട്, വത്തക്ക എന്ന് വെച്ചാൽ അറിയില്ലേ, വാട്ടർ ലെമൺ. അതിനെ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് റൂമിൽ കൊണ്ടുപോയി. അവിടുന്ന് കഴിക്കാറുണ്ട്. പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പിന്നെ കുറച്ച് ബിരിയാണിയെങ്കിലും കഴിച്ചു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ റൂമെത്തി. ഞാനൊരു കഷ്ണം എടുത്തു. പക്ഷെ വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് പരിസരമല്ലാതെ മുറൊന്നും കടിച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. കണ്ടോ ഫ്രഷായിട്ട്. വൈകുന്നേരമാണ് ഇവിടെ ഒന്നുകൂടി ആക്റ്റീവ് തോന്നുന്നത്. കണ്ടോ ഇതൊക്കെ വൈകുന്നേരമാണ്. അപ്പം ഞാൻ 2 നൂൽപുട്ടും പക്ഷെ ഒരു 2 പൊറോട്ടയും പിന്നെ ചിക്കൻ ചില്ലിയും കറിയും അത് കഴിച്ചു കേട്ടോ. ഒക്കെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നല്ല വൃത്തിയും മെനയും കാര്യങ്ങളും ഒക്കെ. ഇവിടെ എന്തുള്ളൂ ചായ കുറച്ച് അപ്പുറത്തുനിന്ന് വാങ്ങണം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ കോൾഡ് പിടിച്ചിട്ടേ ഒരു ചായ കിട്ടിയാൽ ഒന്ന് ഉഷാറായിരുന്നു വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് ഒരു കട്ടൻ ചായയും കിട്ടി. അത് നല്ല ചൂടോടെ കട്ടൻ ചായയൊക്കെ കുടിച്ചപ്പോൾ നല്ലൊരു ഉഷാറായി എനിക്ക്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായി അപ്പോഴേക്കും കേട്ടോ. ഇതുണ്ടോ ദർഗയിലെത്തിയപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഞാൻ നേരത്തെ വന്നപ്പോഴൊന്നും ഇല്ലാത്ത കുറേ പേരുണ്ട് ഇവിടെ. എനിക്ക് തോന്നി പടച്ചോനെ, ഇവർ ഞങ്ങളുടെ ചെരുപ്പ് ഇവിടെയൊക്കെ ഊരി വെച്ചിട്ടോ. ഇതിന് 10 രൂപ കൊടുക്കണം, എന്നാലും സാറില്ല. കാരണം വൈകുന്നേരം ഭയങ്കര തിരക്കിലൊന്നും ചെരുപ്പൊന്നും എവിടെ എന്താണെന്ന് തന്നെ അറിയാൻ പറ്റാത്തൊരു കോലാവും പറഞ്ഞു. ഞാനതല്ല പറയാൻ വന്നത്. ഞാൻ വന്നപ്പോൾ ഉച്ചയ്ക്ക് വന്നില്ലേ, അപ്പോഴുള്ള അവസ്ഥ അല്ല വൈകുന്നേരം വന്നപ്പോൾ. എത്രത്തോളം ആളുകൾ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അത്രത്തോളം ആളുകളുണ്ട്. അതിൽ നമ്മളുടെ കേരള
കേരള പോലീസിലത്തെ ഒരു ഐ ജി ഉണ്ട്, പ്രധാനപ്പെട്ട ഒരാൾ. ഐ ജിയാണ് അയാളൊക്കെ ഉണ്ട്. എന്നിട്ട് അയാളൊക്കെ സിയാറത്തിന് വന്നിക്കാണെന്ന് പറഞ്ഞത്. പിന്നെ ഞാനതല്ലേ ഇവിടെ കണ്ടോ, ഇങ്ങനെ ഈ വലം വെക്കണവരുടെ കൂട്ടത്തിൽ കുറേ ഫർദട്ട പെണ്ണുങ്ങൾ പെട്ടെന്ന് കാണാണ്ട് ആർത്ത് അലറി വിളിച്ച് നിലത്ത് കടന്ന് ഉരുണ്ട് പിരുണ്ട് പിന്നെ ബഹളം വെച്ച് എന്താ പറയുക, ഒരു കാള കുത്താൻ വരുന്ന പോലെ നമ്മുടെ നേരേക്ക് ഇങ്ങനെ കുനിഞ്ഞ് വരും. ഞാൻ പേടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. പിന്നെ എനിക്കിങ്ങനെ ഭയം വരും, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വരുമോയെന്നൊക്കെ. എനിക്ക് ഭയങ്കര പേടി ഇവനെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട്. ഇവർ മനഃപൂർവ്വം ചെയ്യണതാണോ? അതുണ്ടോ ഒരു പെണ്ണ് കാട്ടണ കാണുന്നുണ്ടോ നിങ്ങൾ? നിലത്ത് കടന്നിട്ട് അതാ കുനിയും ദാവും ചെയ്യണ കാണുന്നുണ്ടോ? കണ്ടോ? അതന്നെ സംഭവം. ഇങ്ങനത്തെ ഒരു 5-6 എണ്ണം അതാ മറിയണ കാണുന്നുണ്ടോ? ഒരു 5-6 എണ്ണം. അത് കാണുമ്പോഴേക്കും നമ്മളെ ചോറ് ഇവിടെ റെഡിയാണ് എന്നിട്ട് അയാൾ വിളിച്ചു. ചോറ് കണ്ടോ, 2 ചാക്കിലായിട്ട് ചോറ് കൊണ്ടുവന്ന ആളുകളൊക്കെ എത്തി ചോറ് വാങ്ങാൻ. ഇതാണ് നമ്മളുടെ നേർച്ച, അവിടെ ചോറ് കൊടുക്കൽ. ഒരു നേരം നമ്മൾ ഭക്ഷണം കൊടുക്കാൻ നേർച്ച. ഇനി അങ്ങനെ ഓരോരുത്തർക്ക് ഇന്നെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ജാതി മതഭേദമന്യേ എന്ന് പറയുന്ന പോലെയാണ് ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ. ഇതന്നെ എൻ്റെ കുശിൻ്റെ നേർച്ച, ഇവിടെ ഭക്ഷണം കൊടുക്കൽ. എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അപ്പം ഇവിടെ ഒരു നേരമെങ്കിൽ ഒരു നേരം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര ആയില്ലേ എന്ന് പറയും. നമ്മുടെ നാട്ടിലൊന്നും അതിന് വിഷമവും പ്രയാസമൊന്നും ഇല്ല എന്ന് പറയും. കുശിൻ്റെ കണ്ടുപിടുത്തം അങ്ങനെയാണ്. എന്തായാലും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. തൊട്ടിൽ കിട്ടുന്ന സ്ഥലമാണത്. കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് തൊട്ടിൽ നേർച്ചയാക്കി കിട്ടുന്ന സ്ഥലമാണത്. പിന്നെന്താ, വൈദ്യുതാലങ്കാരം ഒക്കെ ഉണ്ട് മക്കാമിൻ്റെ അകത്ത് കൂടെയൊക്കെ. അതിൻ്റെ ഇടയിൽ കണ്ടോ പോലീസും കാര്യങ്ങളും. ഞങ്ങൾ മക്കാമിൽ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എന്നോട് തന്നെ സുഖമില്ലാത്ത പോലെ അറിയില്ല, ഒരു സ്ത്രീ പെട്ടെന്ന് പറഞ്ഞ വീഡിയോ എടുക്കണില്ലേന്ന്. അപ്പോൾ ഞാൻ പേടിച്ചു, റബ്ബിൻ്റെ ഫോണേറ്റ് വാങ്ങുമെന്ന്. എന്താണെങ്കിലും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഷെഹർ ചെയ്തവർക്കും പിന്നെ എന്താ പറയുക, ജിന്ന് പിശാച്ച് കൂടിയവർക്കും പെട്ടെന്ന് പേടി കൊണ്ടവർക്കൊക്കെ അങ്ങനെ വരുന്നതാണിത് എന്ന് അവർ പറയണത്. അറിയില്ല എന്താണെങ്കിലും ആ ഒരിളക്കത്തെക്കുറിച്ച്. ഇതുണ്ടോ, ഇത് ആടിൻ്റെ സൂപ്പ് കേട്ടോ, ആട്ടുകാൽ സൂപ്പ് എന്ന് പറയും. ആ ആട്ടുകാൽ സൂപ്പൊക്കെ ഞങ്ങൾ വാങ്ങി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ റോസ്റ്റും കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ എന്ത് പറഞ്ഞു, ഒരു മുട്ട ഓംലെറ്റും മുട്ട ബുൾസയും അതും കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരോടും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ.